ജനവിധി കാത്ത് രാജ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. എക്സിറ്റ് പോളിനെ പരിഹസിക്കുന്നു രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോൾ അല്ല, അത് മോദി പോൾ എന്നാണ് പരിഹാസം. ഇന്ത്യ മുന്നണി 295 സീറ്റുകളിൽ വിജയം നേടുമെന്നും രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നു. इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. थैंक यू. कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ ചേരുന്നു. അച്യുതൻ, ഒരു സർവേ അല്ല, ഒട്ടുമിക്ക എല്ലാ സർവേകളും 350+ മോദി 3.0 പ്രവചിക്കുമ്പോൾ അത് മാനിപ്പുലേറ്റഡ് ആണ്, മോദി പോൾ എന്ന് പരിഹസിക്കുകയാണ്. 295 സീറ്റ്സ് എന്ന് പറയുന്നത് അവർ ആത്മവിശ്വാസമായി തന്നെ വീണ്ടും ആവർത്തിക്കുകയാണോ ഇന്ത്യ സഖ്യം? അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, ആ പ്രതീക്ഷ എന്തായാലും ഇന്ത്യ മുന്നണി കൈവിടുന്നില്ല. ഇന്നലെ എക്സിറ്റ് പോൾ പ്രവചനം അത് BJPക്ക് മുൻതൂക്കം പ്രവചിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ അവരവരുടെ പ്രതീക്ഷ കൈവിടാതെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിലും നൽകുന്നത്. ഇന്ന് സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എക്സിറ്റ് പോൾ മോദി മീഡിയ പോൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഇന്ത്യ മുന്നണി 295 സീറ്റുകളിൽ വിജയം നേടും എന്നുകൂടി രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയുണ്ടായി. ഇന്നലെ ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നു. അതിൽ ഈ നേതാക്കളും പ്രാദേശിക ഘടകമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ 295 സീറ്റുകളിൽ വിജയം നേടുമെന്ന വിലയിരുത്തൽ നടത്തിയതെന്നായിരുന്നു ഖാർഗെ അറിയിച്ചത്. എന്തായാലും ആ സംഖ്യയിൽ തന്നെ ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഉറച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞത് ഈ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ല. എക്സിറ്റ് പോളിലെ ഫലമാണ് വരുന്നതെങ്കിൽ ഈ നടന്ന തെരഞ്ഞെടുപ്പ് അത് സുതാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ AK ബാലന് മറുപടിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കേണ്ട സാഹചര്യം വന്നാൽ അത് കോൺഗ്രസിൻ്റെ സഹായത്തോടെ ആയിരിക്കുമെന്നുള്ള പ്രസ്താവനയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ള രീതിയിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നൽകിയത്. ഒപ്പം തന്നെ പരാജയം മുന്നിൽ കണ്ടുള്ള ന്യായീകരണങ്ങളാണ് ഈ ഘട്ടത്തിൽ നിരത്തുന്നത്. എന്തായാലും നാളെ ഈ ജനവിധി വരും. അതിനുശേഷം എല്ലാ പാർട്ടികളും ഈ ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തും. അപ്പോഴാകാം ഇതിൻ്റെ ബാക്കി പ്രതികരണം എന്നതുകൂടി KC വേണുഗോപാൽ പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ ഈ അവസാന ഘട്ടത്തിലും ഇന്ത്യ മുന്നണി ആ പ്രതീക്ഷ ഒപ്പം തന്നെ ചേർത്ത് നിർത്തുകയാണ് ഹാഷ്മി. ഓക്കെ, ആർ അച്യുതനാണ്. നേരത്തെ തന്നെ പറഞ്ഞു എക്സിറ്റ് പോൾ ആദ്യം അവർ ചർച്ച ബഹിഷ്കരിച്ചിരുന്നു. അതിന് കാരണമായി പറഞ്ഞിരുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് രാഷ്ട്രീയമായി അവർ വിശ്വസിക്കുന്നു. 295 സീറ്റ് എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു രാഹുൽ ഗാന്ധി. കാത്തിരുന്ന് കാണേണ്ടതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ അവസാന സൂചികയെ പരിഗണിക്കാതെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ഭരണ പ്രതിപക്ഷ പാർട്ടികൾ. അധികാരത്തിലെത്താനുള്ള മുഴുവൻ സാധ്യതകളും പരിശോധിക്കാനുള്ള ചർച്ചകൾ എല്ലാ പാർട്ടികളും തുടങ്ങിയിട്ടുണ്ട്. BJP കൂടുതൽ പ്രാദേശിക പാർട്ടികളുമായി ചർച്ചകൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം ഏതെങ്കിലും വിധത്തിൽ അനുകൂലമായാൽ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തേടാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. രാധാകൃഷ്ണൻ ചേർന്നു. എക്സിറ്റ് പോളുകൾ വരുന്നു. അതിന് BJPക്ക് വളരെ ആധികാരികമായ സമഗ്രമായ വിജയം പ്രവചിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതല്ലാത്തൊരു സിനേറിയോ BJPയും കാണുന്നുണ്ട്, അല്ലാത്തൊരു സിനേറിയോ ഇന്ത്യ സഖ്യവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആണ് ആശ്മി. കാരണം BJPയെ സംബന്ധിച്ച് അവരുടെ സംഘടനാപരമായിട്ട് സമാഹരിച്ച കണക്കുകളിൽ ചില തിരിച്ചടികൾ പല സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തലുണ്ട്. എന്ന രീതിയിൽ ചില പ്രാദേശിക പാർട്ടികളുമായിട്ട് BJP ഇതിനകം ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില കക്ഷികളോടും BJP നീക്കുപോക്കുകൾക്ക് ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ ഡൽഹിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായിട്ട് സംഭാഷണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നീക്കങ്ങൾ നടക്കുന്നത്. കോൺഗ്രസും സമാനമായിട്ട് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെ അഥവാ പ്രവചനങ്ങളെ ഒന്നും അങ്ങനെ ആധികാരികമാണ് എന്ന് അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. തങ്ങൾക്ക് ഇപ്പോഴും സർക്കാർ രൂപീകരണ സാധ്യത ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യ മുന്നണി ഒരുമിപ്പിച്ച് നിർത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തുന്നത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, വ്യത്യസ്തങ്ങളായിട്ടുള്ള നേതാക്കന്മാർ ചില
പ്രാദേശിക പാർട്ടി, ഇന്ത്യ മുന്നണിയിലെ തന്നെ ചില പ്രാദേശിക പാർട്ടികളുമായിട്ട്, അത് DMK അടക്കമുള്ള പാർട്ടികളുമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. ഏത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു ചർച്ച തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. കാരണം ഈ ബംഗാളിൽ കോൺഗ്രസും CPM-ഉം സ്വീകരിച്ച നിലപാടിനെതിരെ മമതാ ബാനർജി ഇന്നലെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും. ഏതായാലും 4-ാം തീയതി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ ജനുവരിയിൽ തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സർക്കാർ രൂപീകരണത്തിന്റെ സാഹചര്യം ഒരുങ്ങിയാൽ, 4-ാം തീയതി തന്നെ യോഗം ചേരാൻ ഉള്ള ഒരു നീക്കമാണ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾക്ക് മുന്നിൽ ഇപ്പോൾ കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിൽ BJP-യുടെ വ്യക്തമായ മുന്നേറ്റം പ്രവചിക്കുമ്പോൾ പോലും അതങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങൾ രണ്ട് മുന്നണികളും മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനനുസൃതമായ കരുക്കൾ ഓൾറെഡി നീക്കുന്നുണ്ട് പല ഉപശാലകളിൽ, പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് എക്സിറ്റ് പോളുകളെ തള്ളുന്നു UDF-ഉം LDF-ഉം. BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് ഇരു മുന്നണികളുടെയും വാദം. UDF മികച്ച വിജയം നേടുമെന്ന പ്രവചനം LDF അംഗീകരിക്കുന്നില്ല. സർവേ റിപ്പോർട്ടുകളെക്കാൾ മികച്ച വിജയമാണ് UDF അവകാശപ്പെടുന്നത്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടെന്നും LDF-ഉം UDF-ഉം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന എക്സിറ്റ് പോളുകൾ ഏറ്റവുമധികം രാഷ്ട്രീയ ഞെട്ടലുണ്ടാക്കിയത് കേരളത്തിലായിരുന്നു. കേരളത്തിൽ ഇത്തവണയും UDF നേട്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞ സർവേകൾ LDF സമ്പൂജ്യരാകുമെന്ന് പ്രവചിച്ചു. അതിനുമപ്പുറം BJP 1 മുതൽ 3 സീറ്റുകൾ വരെ കേരളത്തിൽ നേടുമെന്നും പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ LDF UDF നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ്. BJP കേരളത്തിൽ കോഴിമുട്ട പോലെ വട്ടപൂജ്യമാകുമെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. തൃശൂരിൽ തനിക്ക് ജയമുറപ്പാണെന്നും K മുരളീധരൻ പറഞ്ഞു. കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാവുക. വട്ടപൂജ്യമായിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. BJP തരംഗം ആവർത്തിക്കുമെന്ന എക്സിറ്റ് പോളുകളെ തള്ളുന്ന UDF പ്രവചനങ്ങൾക്കപ്പുറം കേരളത്തിൽ UDF 2020 നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ്. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ചിലയിടങ്ങളിൽ RSSും പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ CPM നേതൃത്വം ഇപ്പോഴേ പ്രതിരോധായുധവും സജ്ജമാക്കിയിട്ടുണ്ട്. തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ എന്തെങ്കിലും അട്ടിമറി സംഭവിച്ചാൽ അതിനുള്ള ഉത്തരവാദിയെയും ലക്ഷ്യം വെച്ചുള്ള പ്രതികരണമാണ് CPM ഇപ്പോഴേ നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം. ഏതെങ്കിലും വരുന്ന സ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. പക്ഷേ BJPക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേരള സർക്കാരിനെതിരെയുള്ള വികാരം അത് NDAക്ക് അനുകൂലമാകുമെന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നതെന്ന് V മുരളീധരനും പ്രതികരിച്ചു. കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട്, അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സമീപനത്തിനെതിരായി, അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള രോഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് NDAയുടെ വോട്ട് വിഹിതം കുത്തനെ കൂടുമെന്ന സൂചനയാണെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെക്കൻ കേരളത്തിൽ BJPക്ക് പ്രതീക്ഷ നൽകുമ്പോഴും LDF UDF മുന്നണികൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. എക്സിറ്റ് പോൾ ഫലത്തെ CPM പൂർണ്ണമായി തള്ളുമ്പോൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നാണ് UDF നിലപാട്. എന്നാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും അട്ടിമറി ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ BJPയുടെ പ്രതീക്ഷ. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ തിരുവനന്തപുരത്ത് അട്ടിമറി ജയസാധ്യതയെന്ന എക്സിറ്റ് പോളിനെ പൂർണ്ണമായും തള്ളുകയാണ് LDF-ഉം UDF-ഉം. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം ഗുണം ചെയ്തുവെന്നാണ് UDF വിലയിരുത്തൽ. എന്നാൽ UDF-ന്റെ പരമ്പരാഗത നഗര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP എക്സിറ്റ് പോളിനെ സ്വാഗതം ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിയും MP-യും MLA-യും മത്സരിച്ച ആറ്റിങ്ങലിൽ വിജയം തങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. താഴെത്തലം മുതൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നു. വികസന പ്രവർത്തനങ്ങളാണ് UDF വിജയപ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച 25% വോട്ടിനൊപ്പം LDF UDF വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാനായതിനാൽ ആറ്റിങ്ങലിൽ വിജയം ഉറപ്പാണെന്നാണ് BJPയുടെ നിരീക്ഷണം. കൊല്ലം, മാവേലിക്കര മണ്ഡലങ്ങളിൽ LDF UDF സ്ഥാനാർത്ഥികൾ ഉറച്ച വിശ്വാസത്തിലാണ്. ആലപ്പുഴയിൽ KC ഇഫക്ട് ഗുണം ചെയ്യുമെന്നും LDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുമെന്നും UDF ഉറപ്പിക്കുന്നു.
എന്നാൽ LDF BJP നേതൃത്വം ഇതിനെ തള്ളുകയാണ്. 24 തിരുവനന്തപുരം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളിൽ പ്രതീക്ഷ അർപ്പിച്ച് കേരളത്തിലെ BJP നേതൃത്വം ഉണ്ട്. നടൻ സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കും എന്നാണ് BJPയുടെ ആത്മവിശ്വാസം. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ മത്സരിച്ച പാലക്കാട് 2ാം സ്ഥാനവും ഘടകകക്ഷി നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പോരിനിറങ്ങിയ കോട്ടയത്ത് മികച്ച മുന്നേറ്റവും BJP നേതൃത്വം എക്സിറ്റ് പോളുകളുടെ ഒക്കെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാനത്ത് BJP 25 മുതൽ 27% വരെ വോട്ടുകൾ നേടുമെന്നാണ് മിക്ക സർവേകളും പ്രവചിക്കുന്നത്. സംസ്ഥാന നേതൃത്വം പോലും 20 മുതൽ 22% വരെയാണ് കണക്ക് കൂട്ടുന്നതെന്നിരിക്കെയാണിത്. എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാമെങ്കിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടുയരേണ്ടത്. അതിനാൽ തന്നെ മധ്യകേരളം ഏറെ പ്രധാനപ്പെട്ടതാണ്. സിനിമാ താരം സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. സ്ത്രീ യുവതലമുറ വോട്ടുകൾ അനുകൂലമായെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ 2ാം സ്ഥാനം പിടിക്കുമെന്ന് BJP പ്രതീക്ഷ വയ്ക്കുന്നു. ആലത്തൂർ, ചാലക്കുടി, ഇടുക്കി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം എന്നതൊഴിച്ചാൽ കാര്യമായ വോട്ട് വർധനവൊന്നും BJP കണക്ക് കൂട്ടുന്നില്ല. അതേസമയം എറണാകുളത്തും കോട്ടയത്തും അങ്ങനെയല്ല കാര്യങ്ങൾ. ആലപ്പുഴയിലെ അത്ഭുതം ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളത്ത് ആവർത്തിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. പരമ്പരാഗത BJP വോട്ടുകൾക്കൊപ്പം ധീവര വോട്ട് ബാങ്ക് കൂടി അനുകൂലമായാൽ കഴിഞ്ഞ തവണത്തെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ മാർജിൻ മറികടക്കും. BDJS സീറ്റുകളിൽ കോട്ടയത്ത് മാത്രമാണ് മത്സരപ്രതീതി ഉണ്ടായിരുന്നത്. വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഈഴവ വോട്ടുകൾ നിർണായകമായ വൈക്കത്തെയടക്കം കനത്ത പോളിംഗ് തുഷാറിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പ്രധാനപ്പെട്ട സർവേകളൊക്കെ BJPക്ക് കേരളത്തിൽ 1 മുതൽ അല്ലെങ്കിൽ NDA കേരളത്തിൽ 1 മുതൽ 3, 1 മുതൽ 4 സീറ്റുകളൊക്കെ പ്രവചിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതും. തൃശ്ശൂരിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഉറച്ച വിജയപ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. പ്രതികരണങ്ങളിലേക്ക്. മിനിമം 4 ലക്ഷം വോട്ടെങ്കിലും UDFന് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. ഞങ്ങളുടെ അസസ്മെന്റിൽ 2ാം സ്ഥാനം LDFും BJPക്ക് 3ാം സ്ഥാനവും. ഞാൻ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ പോലെ തന്നെ 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഉറപ്പായിട്ടും തൃശ്ശൂർ LDF ജയിക്കും. ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ദോഷം പറ്റാവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് ഇടതുപക്ഷമാണ് കുറച്ചും കൂടി റിലയബിളായിട്ട് ഇന്ത്യയിൽ BJPക്ക് ബദലായ നിലയിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കും ഒരു തീരുമാനത്തിലേക്കും ഇവിടുത്തെ വോട്ടർമാർ അവസാന നിമിഷം വരെ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം ഇടതുപക്ഷത്തിന് ഉണ്ടാവും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ ദക്ഷിണേന്ത്യയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് NDA സഖ്യം. തെലങ്കാനയിലും കർണാടകയിലും നില മെച്ചപ്പെടുത്തുമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും വോട്ട് ഷെയറും സീറ്റുകളും വർദ്ധിപ്പിക്കാനാകുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. എന്നാൽ ദക്ഷിണേന്ത്യയിൽ NDA നേട്ടമുണ്ടാക്കില്ലെന്ന് ഈ ഘട്ടത്തിലും ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി. ദക്ഷിണേന്ത്യയിൽ BJP കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനമായി കർണാടക ഒരിക്കൽ കൂടി മാറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കോൺഗ്രസ് വലിയ പ്രതീക്ഷ വച്ചിരുന്ന കർണാടകയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം മെച്ചപ്പെട്ടതാവില്ലെന്നാണ് അഭിപ്രായ സർവേകൾ ഒരേപോലെ പറയുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പാക്കിയ വികസന പദ്ധതികളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നുവെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. പുറത്തുവന്ന അഭിപ്രായ സർവേകളിൽ ഭൂരിഭാഗത്തിലും NDA 20-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കർണാടക ഇക്കുറിയും NDA തൂത്തുവാരുമെന്നാണ് സർവേ. എന്നാൽ 15 സീറ്റുകളിലധികം ഇന്ത്യ മുന്നണി നേടുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ട് കോൺഗ്രസിന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്തിമവിധിയല്ലെന്നും കോൺഗ്രസ് സംസ്ഥാനത്ത് മികച്ച നേട്ടമുണ്ടാക്കുമെന്നും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും നില മെച്ചപ്പെടുത്തുമെന്നാണ് NDA സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. BJPക്കൊപ്പം തെലുങ്കുദേശം പാർട്ടിക്കും ഈ എക്സിറ്റ് പോൾ ഫലം നൽകുന്ന ഊർജം ചെറുതല്ല. NDAക്കൊപ്പം തെരഞ്ഞെടുപ്പിനെ നേരിട്ട തെലുങ്കുദേശം പാർട്ടി ആന്ധ്രയിൽ വലിയ തോതിൽ തിരിച്ചുവരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം YSR കോൺഗ്രസിന് തന്നെ. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ മൃഗീയ ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. 90 മുതൽ 110 വരെ സീറ്റുകളെന്നാണ് ഭൂരിഭാഗം സർവേ ഫലങ്ങളും. 6 സർവേകളിൽ YSR കോൺഗ്രസും 4 സർവേകളിൽ NDA സഖ്യവും ആന്ധ്രയിൽ അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. ലോക്സഭയിലേക്ക് വന്നാൽ 25 സീറ്റുകളിൽ 50-50 സാധ്യതകളാണ് പല സർവേകളിലും. എന്നാൽ NDA സഖ്യത്തിന് 17 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന സർവേകളുമുണ്ട്.
BJPക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ഇന്ത്യ മുന്നണി ആവർത്തിച്ചു പറഞ്ഞ തമിഴ്നാട്ടിലും 1 മുതൽ 3 സീറ്റുകൾ NDA സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. DMK സഖ്യത്തിന് കൃത്യമായ മേധാവിത്വമാണ് എല്ലാ സർവേകളിലുമുള്ളത്. തമിഴ്നാട്ടിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന അണ്ണാ DMK സമ്പൂജ്യരാകുമെന്ന് ഭൂരിഭാഗം അഭിപ്രായ സർവേകളും പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ സർവേ ഫലം NDAയുടെ ആത്മവിശ്വാസം തമിഴ്നാട്ടിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അപ്രതീക്ഷിത മുന്നേറ്റമാണ് NDAക്ക് പ്രവചിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വോട്ട് ഷെയർ ഉയർത്തുമെന്നും സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും അഭിപ്രായ സർവേകൾ പറയുന്നു. സർവേ ഫലങ്ങളുടെ കൂടി ഫലമറിയാനാണ് ജൂൺ 4 വരെയുള്ള കാത്തിരിപ്പ്. അരുൺ പൂപ്പറമ്പയ്ക്കും അലക്സ് റാം മുഹമ്മദിനുമൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ഇപ്പോൾ മലപ്പുറത്ത് ഒലൂരിൽ അല്ലേ, ഒഴൂർ മേൽമുറിയിൽ നിർമ്മാണത്തിൽ വീട് തകർന്നു വീണ സംഭവത്തിൽ പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ സ്വദേശി ജമീറുൽ ഖാൻ 18 വയസ്സാണ് മരിച്ചത്. രാജ്യം ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. മേഖലയിൽ കഴിഞ്ഞ 2 തവണയും മികച്ച സർവാധിപത്യം നിലനിർത്തി ഹാട്രിക് വിജയമാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിയുള്ള തങ്ങളുടെ പ്രചാരണം BJP വോട്ടുകളിൽ ഇളക്കം തട്ടിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. 272 എന്ന മാന്ത്രിക സംഖ്യയ്ക്കപ്പുറം 400-ലേറെ സീറ്റുകളാണ് NDAയുടെ ഇത്തവണത്തെ പ്രഖ്യാപിത ലക്ഷ്യം. ഇന്ത്യ മുന്നണിക്കാകട്ടെ ഇത്തവണത്തേത് ജീവൻ മരണ പോരാട്ടമാണ്. 40% സീറ്റുകൾ ഉൾക്കൊള്ളുന്ന ഉത്തരേന്ത്യൻ മേഖലയിലെ നേട്ടം ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, പഞ്ചാബ്, ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 11 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ മേഖലയിൽ 218 സീറ്റുകളാണുള്ളത്. ഇതിൽ 7 സംസ്ഥാനങ്ങളിലും 2019-ൽ BJP മുഴുവൻ സീറ്റുകളോ മഹാഭൂരിപക്ഷം സീറ്റുകളോ സ്വന്തമാക്കി. പുറത്തുവന്ന എക്സിറ്റ് പോൾ സർവേകൾ ആ വിജയം BJP ആവർത്തിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. ഹരിയാനയും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടാലും മറ്റു സംസ്ഥാനങ്ങളിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന നേട്ടമുണ്ടാക്കാമെന്നാണ് BJP വിലയിരുത്തുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ BJPയുടെ അജണ്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ മുന്നണി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് നഷ്ടപ്പെടാൻ മാത്രമാണുള്ളതെന്നാണ് കണക്കുകൂട്ടുന്നത്. തൊഴിലില്ലായ്മ, അഗ്നിപഥ് പദ്ധതി എന്നിവയിലൂടെ ബീഹാർ, ഹരിയാന, UP, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ യുവാക്കൾ BJPയോട് അകന്നെന്ന് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നു. ജാതി സെൻസസ്, മഹാലക്ഷ്മി പദ്ധതി തുടങ്ങിയ പ്രകടന പത്രികാ വാഗ്ദാനങ്ങളിലൂടെ ഏറെ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷ പുലർത്തുന്നത്. ഉത്തരേന്ത്യയിലെ അപ്രമാദിത്വം ലോക്സഭയിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വഴി എളുപ്പമാക്കുമെന്നാണ്. ഇത്തവണയും ആധിപത്യം തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP പങ്കുവയ്ക്കുമ്പോൾ 295 എന്ന സംഖ്യ ഉയർത്തി BJPയെ അപ്രസക്തമാക്കുമെന്നാണ് ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത്. R. അച്യുതൻ, 24, ഡൽഹി. അതേസമയം ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും BJPക്ക് പ്രതീക്ഷ നൽകുകയാണ് എക്സിറ്റ് പോൾ പ്രവചനം. എക്സിറ്റ് പോളിൽ BJP പ്രതീക്ഷ വയ്ക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് തള്ളുകയാണത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇക്കുറി മേധാവിത്വം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. 2014-ലെ മോദി തരംഗമേൽക്കാത്ത വങ്കനാട് ഇക്കുറി BJPക്ക് 2019-നേക്കാൾ മികച്ച നേട്ടം സമ്മാനിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. തൃണമൂലിന്റെ കടുത്ത ചെറുത്തുനിൽപ്പിനെ മറികടന്ന് BJP നയിക്കുന്ന NDA സഖ്യത്തിന് 20-ലധികം സീറ്റാണ് പ്രവചിക്കുന്നത്. 25-ലധികമാണ് BJPയുടെ ടാർഗറ്റ്. BJP ഈ ലക്ഷ്യം കൈവരിക്കുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ബംഗാളിന്റെ ജനവിധി എന്തുതന്നെയായാലും ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. എക്സിറ്റ് പോൾ പ്രവചനത്തെ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് തള്ളുമ്പോഴും 2019-ലെ ജനവിധി പ്രവചനത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് 43.28%, BJPക്ക് 40.25% വോട്ട് വിഹിതം. അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞപ്പോൾ തൃണമൂൽ ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ 28 മുതൽ 30 സീറ്റുകൾ നേടുമെന്നാണ്. സന്ദേശ് കാലിയിലെ അവസാനഘട്ട തൃണമൂലിന്റെ പ്രതിരോധം സ്ത്രീ വോട്ടുകൾ മമതയ്ക്കൊപ്പം നിന്നുവെന്നാണ് തൃണമൂലിന്റെ വിലയിരുത്തൽ. ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രങ്ങൾക്ക് വിപരീതമായ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇടത് സഖ്യത്തിന് ഇക്കുറിയും കാലിടറുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം നൽകുന്ന സൂചന. വടക്കിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളിലെ 21 സീറ്റിൽ 16-ഇടത്തും BJP നേതൃത്വം നൽകുന്ന NDA വരുമെന്നാണ് പ്രവചനം. ഇന്ത്യ സഖ്യത്തിന്റെ പട്ടികയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. വങ്കദേശത്ത് തൃണമൂലിനെ BJP മറികടക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യമായാൽ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. കൊൽക്കത്തയിലെ തൃണമൂൽ ഭവന് മുന്നിൽ നിന്നും മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24.
പശ്ചിമേന്ത്യയിൽ BJPയുടെ തേരോട്ടം തുടരുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് NDA സഖ്യം. എന്നാൽ 2019 പോലെ ഏകപക്ഷീയ വിജയം അവർക്കുണ്ടാവില്ലെന്ന സൂചനകൾ ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേന NCP പാർട്ടികളിലെ പിളർപ്പിൽ പാർട്ടി പ്രവർത്തകരും വോട്ടർമാരും ആർക്കൊപ്പം എന്ന വിധി കൂടിയാണ് വരാനിരിക്കുന്നത്. രണ്ടുതരം എക്സിറ്റ് പോൾ ഫലങ്ങളാണ് മഹാരാഷ്ട്രയുടെ സാധ്യതയായി പുറത്തുവന്നത്. ദേശീയ ചാനലുകളും ഏജൻസികളും നടത്തിയ പ്രവചനത്തിൽ സംസ്ഥാനത്ത് BJPയുടെ തേരോട്ടമാണ്. എന്നാൽ സംസ്ഥാനത്തിനകത്തെ പ്രാദേശിക ചാനലുകളും ഏജൻസികളും പ്രവചിക്കുന്നതാവട്ടെ ഇന്ത്യ മുന്നണിയുടെ കുതിപ്പും. അതുകൊണ്ട് രണ്ട് മുന്നണികളും വലിയ പ്രതീക്ഷയോടെയാണ് വിധി ദിനത്തെ കാത്തിരിക്കുന്നത്. 2019 ആകെയുള്ള 48-ൽ 41 NDA നേടി. അന്ന് 18 സീറ്റ് നേടിയ ശിവസേന ഒപ്പമുണ്ടായിരുന്നു. പിളർന്നു മാറിയ സേനയും NCPയും ഒപ്പമുണ്ടെങ്കിലും 2019 സംഖ്യയിലേക്ക് എത്താനാകില്ലെന്നാണ് ഭൂരിപക്ഷം പ്രവചനങ്ങളും. UP കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുള്ള മഹാരാഷ്ട്രയിൽ എതിരാളിയുടെ സീറ്റ് നില കുറയ്ക്കാനായെന്ന് അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ആശ്വസിക്കാം. ശിവസേന വിഭാഗങ്ങളിൽ ഉദ്ധവിനും NCP വിഭാഗങ്ങളിൽ ശരത് പവാറിനും മേൽക്കോയ്മയെന്നാണ് പ്രവചനം. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഷിൻഡേക്ക് ഉറപ്പ് കുറയും. നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്ത് ഇത്തവണയും BJPക്ക് സമ്പൂർണ്ണ ജയമെന്നാണ് പ്രവചനങ്ങൾ. സൂറത്ത് സീറ്റിൽ വോട്ടെടുപ്പില്ലാതെ ജയിച്ചതിനാൽ 25 മണ്ഡലങ്ങളാണ് ഫലം വരിക. 8 മണ്ഡലങ്ങളിലെങ്കിലും കടുത്ത പോരാട്ടമെന്ന് വിലയിരുത്തലുണ്ടായെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അത്തരം സൂചന പോലുമില്ല. രാജസ്ഥാനിൽ 2019 ആവർത്തിക്കില്ലെന്നാണ് പ്രവചനങ്ങൾ. 6 സീറ്റ് വരെ ഇന്ത്യ മുന്നണി കൊണ്ടുപോയേക്കും. ഗോവയിൽ ഇത്തവണയും ആകെയുള്ള 2 സീറ്റുകൾ തുല്യം വീതം വയ്ക്കുമെന്നാണ് പ്രവചനങ്ങൾ. വടക്കൻ ഗോവ BJPയും തെക്കൻ ഗോവ കോൺഗ്രസും. പശ്ചിമേന്ത്യയിൽ NDA മുന്നണി അപ്രമാദിത്വം തുടർന്നാലും 2019 സീറ്റ് നിലയിൽ കുറവ് വരുമെന്നാണ് പ്രവചനങ്ങൾ. മഹാരാഷ്ട്രയടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുന്നോട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ തീരുമാനിക്കുന്ന ഫലമാണ് മറ്റന്നാൾ വരാനിരിക്കുന്നത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശും സിക്കിമിലും ഭരണകക്ഷികൾ അധികാരത്തിൽ തുടരും. അരുണാചലിൽ BJP വ്യക്തമായ ഭൂരിപക്ഷം നേടി. 60 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP 45 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിലേക്ക് എത്തുന്നു. പ്രേംചന്ദ് തമംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇത് രണ്ടാം ഊഴമാണ്. സിക്കിമിൽ പ്രതിപക്ഷം ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എക്സിറ്റ് പോൾ അതിനെ തുടർന്നുള്ള പ്രതീക്ഷകൾ ഒക്കെ നമ്മൾ വിശദമായി പരിശോധിക്കുകയായിരുന്നു. കുറേ അധികം അല്ലാത്ത വാർത്തകളുണ്ട് ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നാളെ സ്കൂളിലേക്ക് വേനലവധിക്ക് ശേഷം സംസ്ഥാന സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1-ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. SSLC മൂല്യനിർണ്ണയത്തിലെ മാറ്റവും പാഠപുസ്തക പരിഷ്കരണവും ഉൾപ്പെടെ വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഭരണസമിതിയല്ല, സ്കൂളിന്റെ സപ്പോർട്ടിംഗ് സമിതിയാണെന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യപരമല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ചില PTA ഉണ്ട്. അതിനെല്ലാം അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. PTA ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ വലിയ തുക പിരിക്കുന്നതായിട്ടുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാഠപുസ്തക വിതരണം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ പൂർത്തിയാക്കാനായത് ചരിത്രമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ PTAകൾ ഭരണസമിതിയെപ്പോലെ പെരുമാറരുതെന്നും മന്ത്രി താക്കീത് നൽകി. സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ മന്ത്രി P. രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും പങ്കെടുക്കും. 24 കൊച്ചി. സ്കൂൾ തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. എന്നാൽ വാഹന സൗകര്യമില്ലാത്തതിനാൽ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന ആശങ്കയിലാണ് മലപ്പുറം നിലമ്പൂർ വളാന്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കാടും മലയും പുഴയും കടന്നു വേണം ആ കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്ത് സ്കൂളിലേക്ക് എത്താൻ. വിദ്യാവാഹിനി പദ്ധതി വഴിയുള്ള വാഹന സൗകര്യം മുടങ്ങിയതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ദിൽഷ. വാളന്തോട് GT LPS സ്കൂളിലെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. ഞങ്ങൾക്ക് സ്കൂൾ തുറക്കാനായി ഞങ്ങൾക്ക് ബാഗും ബുക്കും എല്ലാം കിട്ടി. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ വണ്ടിയില്ല.
നമ്മളുടെ ഊരിലെ യാത്രാ ദുരിതമൊന്ന് കണ്ടാലോ? കുത്തനെയുള്ള ഈ കയറ്റവും ചളിയും കാടും പുഴയുമെല്ലാം കടന്നാണ് ഓരോ കുരുന്നുകളും വിദ്യ അഭ്യസിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി മണിക്കൂറുകൾ പിന്നിട്ട് വിദ്യാലയമുറ്റത്തെത്തുന്നത്. മുൻ വർഷങ്ങളിൽ ഇവരെ വീടുകളിൽ നിന്ന് സുരക്ഷിതമായി സ്കൂളിലെത്തിക്കാൻ സർക്കാരിൻ്റെ തന്നെ പദ്ധതിയായ വിദ്യാവാഹിനി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഈ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. മഴയായാൽ പോകാൻ കഴിയൂല, പിന്നെ തിരിച്ചു വരുമ്പോൾ സന്ധ്യയാവും. അങ്ങോട്ട് കയറി പോരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവിടുന്ന് അധികം നടക്കാനൊന്നും കഴിയില്ല റോഡിലൂടെ. കൂട്ടുകാരന്മാരൊന്നും അങ്ങനെ വരലില്ല. അവർക്ക് മറ്റേ വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വരൽ നടക്കൂല. ഞാൻ ഈ വർഷം ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പോകും. 28 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. നായാടംപൊയിൽ, കണ്ടില്ലപ്പാറ, മാങ്കുന്ന് കോളനിയിലെ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലേക്ക് എത്തുന്നത്. പ്രൈവറ്റ് വണ്ടി ഓടുന്നതിന് കുഴപ്പമില്ല എന്ന് ഹെഡ് മാഷ് പറഞ്ഞു. അതേപോലെ തന്നെ ITDP എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ എഗ്രിമെൻ്റ് വെച്ച് വണ്ടി ഓടി. നമുക്ക് ഒരു പൈസയും കിട്ടിയില്ല. നമുക്ക് ഒരു പൈസയും കിട്ടാത്തതിന് സാഹചര്യം വന്നുകൊണ്ട് നമ്മൾ പിന്നെ ഓട്ടം നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. മഴക്കാലത്ത് പോലും 1.5-2 മണിക്കൂറിലധികം കാൽനടയായി ഈ പുഴയെല്ലാം കടന്നു വേണം വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ. വലിയ പ്രയാസമാണ് ഇവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ അനുഭവിക്കുന്നത്. പ്രധാനമായിട്ടും വാഹന സൗകര്യമില്ല അല്ലെങ്കിൽ റോഡില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കോളനിയിലെ നിവാസികൾ പറയുന്ന ഒരു കാര്യം. വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ മിക്ക വിദ്യാർത്ഥികളും സ്കൂളിൽ പോകാതെ ഊരുകളിൽ തന്നെ കഴിയുന്നതാണ് പതിവ്. ചില വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ദുരിതത്തിന് പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. 4 ലക്ഷം പഠിക്കാൻ കുറച്ച് കുട്ടികൾക്ക് പെടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളുടെ ഒരു കഥ, ഒരു വാർത്തയാണത്. അപ്പോൾ എത്ര സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ അത് കാണട്ടെ, പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കൊലപാതകത്തിന് കൂട്ടുനിന്ന സർവകലാശാലയിലെ മുൻ വിസിമാരെയും കേസിൽ പ്രതികളാക്കണം എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആവശ്യപ്പെട്ടു. കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത് ദൗർഭാഗ്യകരം എന്ന് മാതാവ് ഷീബ പറയുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾ റാഗിങ്ങിലൂടെ കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ നിയോഗിച്ച ഹരിപ്രസാദ് കമ്മീഷൻ ഇന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത്. കുസാറ്റ് ഗസ്റ്റ് ഹൌസിലെ കമ്മീഷൻ ഓഫീസിൽ വെച്ചായിരുന്നു മൊഴിയെടുത്തത്. തങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കമ്മീഷന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മൊഴി നൽകിയ ശേഷം സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ പറഞ്ഞു. ഞങ്ങൾക്കറിയാവുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ടായിരുന്നു, പുറത്തു വരേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രതികളെ ജാമ്യത്തിൽ വിട്ടതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇനി അവർ ഇറങ്ങിയിട്ട് അടുത്ത എന്തൊക്കെ പദ്ധതികളാണ് ഒപ്പിച്ചു വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കൊലപാതക കേസിൽ ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത് ദൗർഭാഗ്യകരമാണ്. കേസിൽ പ്രതികൾ മാത്രമല്ല, സിദ്ധാർത്ഥന്റെ മരണം അട്ടിമറിക്കാൻ ശ്രമിച്ച മുൻ വൈസ് ചാൻസലർമാർ കൂടി പ്രതികളാകണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ഈ കൊലയിൽ കൂട്ടുനിന്നവരെയും കൂടെ നമുക്ക് ഇതിൽ പ്രതിയാക്കണമെന്നല്ല, കൂട്ടുനിന്നവരെ കൂടെ വെളിച്ചത്ത് കൊണ്ടുവരണം. കൂട്ടുനിന്നത്, പിന്നെ ഇതിന് മറച്ചു വെച്ചത്, കൊലയാളികൾക്ക് സഹായം കൊടുത്തവർ, ഈ 3 സെക്ഷനാണ്. ഇതിലിപ്പോൾ സഹായിച്ചത് ആരാണ്? കൊലയാളികളെ രക്ഷിക്കാൻ സഹായിച്ചത്. പിന്നെ അത് മറച്ചു വെച്ചത് അവിടുത്തെ അധികാരികൾ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ ആദ്യത്തെ VC ശശീന്ദ്രൻ എന്ന് പറഞ്ഞത്. സിദ്ധാർത്ഥന്റെ മാതൃ സഹോദരനടക്കം 4 പേരുടെ മൊഴിയാണ് ഇന്ന് കമ്മീഷൻ രേഖപ്പെടുത്തുന്നത്. 3 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കേണ്ടതിനാൽ കാലതാമസമില്ലാതെയാണ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നത്. കേസിൽ നീതി ലഭിക്കും വരെ മുന്നോട്ടു പോകുമെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആവർത്തിച്ചു. 24 കൊച്ചി. തിഹാർ ജയിലിൽ വൈകിട്ടോടെ കീഴടങ്ങുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 3 മണിയോടെ വസതിയിൽ നിന്ന് തിഹാർ ജയിലിലേക്ക് തിരിക്കും. പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കണ്ട് തിഹാറിലേക്ക് മടങ്ങും എന്ന് കെജ്രിവാൾ അറിയിച്ചു. വിവരങ്ങളുമായി
ബൽറാം നുരങ്ങാടി. ബൽറാം, എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാമെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കോ അരവിന്ദ് കെജ്രിവാളിനോ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇനിയിപ്പോൾ മോചനം എന്ന് സാധ്യമാകുമെന്നറിയാത്ത ഒരു ജയിലിലേക്ക് തിരിച്ചുപോക്കാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ഹാർഡ് ടൈം ആണ്. ബൽറാം. തീർച്ചയായും ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് അത് വലിയ തോതിൽ തന്നെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യവും ആഘോഷമാക്കിയിരുന്നു. അതിലൂടെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 4 ഘട്ടങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 21 ദിവസത്തെ ഇടക്കാല ജാമ്യം പൂർത്തിയാക്കി കെജ്രിവാൾ ഇന്ന് തിഹാർ ജയിലിലേക്ക് മടങ്ങുകയാണ്. പാർട്ടിയും അദ്ദേഹവും നൽകിയ സമയക്രമം അനുസരിച്ച് ഇന്ന് വൈകിട്ട് 3 മണിക്ക് അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ നിന്നും ഇറങ്ങും. രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്ത് അദ്ദേഹം ആദരമർപ്പിക്കും. അതിനുശേഷം കൊണോട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിറിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷം പാർട്ടി ആസ്ഥാനത്തെത്തും. അദ്ദേഹം അവിടെ വെച്ച് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശേഷമായിരിക്കും ഇന്ന് വൈകിട്ടോടെ തിഹാർ ജയിലിലേക്ക് മടങ്ങുക. അദ്ദേഹത്തിന് ജാമ്യം, ഇടക്കാല ജാമ്യം നീട്ടി ലഭിക്കുന്നതിനായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതിയിൽ നിന്നും അനുകൂല നിലപാട് അദ്ദേഹത്തിന് ലഭിച്ചില്ല. സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ 7 ദിവസം കൂടി ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് നീട്ടി നൽകണമെന്ന അപേക്ഷയിൽ സാധാരണ ജാമ്യത്തിന് നൽകി തന്നെ കെജ്രിവാളിന് വിചാരണ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് റോസ് അവന്യൂ കോടതിയിൽ 2 ഹർജികളാണ് കെജ്രിവാളിൻ്റെതായി ഉള്ളത്. ഇതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ സാധാരണ ജാമ്യമാണ്, മറ്റൊന്ന് 7 ദിവസത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ നീട്ടി നൽകണം, ഇടക്കാല ജാമ്യം നീട്ടി നൽകണം എന്നും ചികിത്സ അടക്കമുള്ള ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തി സമർപ്പിച്ച മറ്റൊരു ഹർജിയാണ്. ഈ ഹർജിയിൽ വാദം പൂർത്തിയായെങ്കിലും അതിന്റെ വിധി പറയാതെ ഈ മാസം 5-ലേക്ക് വിധി മാറ്റിവെക്കുകയായിരുന്നു കോടതി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കെജ്രിവാളിന് ഇന്ന് തന്നെ ജയിലിലേക്ക് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ബൽറാമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ CI ആൻഡ്രി ഗ്രോമിക്കിനെതിരെ അന്വേഷണം തുടങ്ങി. റൂബിൻ ലാലിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം അമ്മ രജനി മണിലാലിന്റെ മൊഴിയെടുത്തു. അർദ്ധരാത്രി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും ശ്രമമുണ്ട്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നാളെയാണ് ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധ മാർച്ച്. പോലീസിന് തന്നെ അപമാനകരമായ നടപടിയാണ് ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും റൂബിൻ ലാലിനെതിരായ നടപടി ചട്ടവിരുദ്ധമെന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം. തൃശൂർ റൂറൽ അഡീഷണൽ SP നേതൃത്വത്തിലുള്ള സംഘം റൂബിൻ ലാലിന്റെ വീട്ടിലെത്തി അമ്മ രജനി മണിലാലിന്റെ വിശദമായ മൊഴി ശേഖരിച്ചു. വീട്ടിലുണ്ടായിരുന്ന അമ്മയെപ്പോലും അറിയിക്കാതെ ക്രൂരമായി മർദ്ദിച്ച റൂബിനെ അറസ്റ്റ് ചെയ്ത അടിവസ്ത്രത്തിൽ ലോക്കപ്പ് മർദ്ദനം നടത്തിയതും മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും അമ്മ പോലീസിന് മൊഴിയായി നൽകി. ഇതോടെ വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. നടപടി ആവശ്യപ്പെട്ട ചാലക്കുടി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. പ്രദേശവാസികൾക്ക് പുറമെ പരിസ്ഥിതി സംഘടനാ പ്രവർത്തകരും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരും മാർച്ചിന്റെ ഭാഗമാകും. 24 തൃശൂർ. എന്തായാലും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പോലീസ് സംവിധാനങ്ങൾ തന്നെ കണ്ടെത്തുകയും ആ നിയമവിരുദ്ധ അറസ്റ്റ് നടത്തിയ CIക്കെതിരെ അന്വേഷണം തുടങ്ങുകയും ചെയ്യുമ്പോഴും അങ്ങനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യപ്പെട്ട റൂബിൻ ഇപ്പോഴും ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പിടിയിലായ ബെല്ലം രാംപ്രസാദ് ഗോണ്ട ഇന്ത്യയിലെ അവയവക്കടത്ത് സംഘത്തലവന്മാരിൽ പ്രധാനി. സ്വീകർത്താക്കളിൽ നിന്നും വാങ്ങുന്ന 50 ലക്ഷം മുതൽ 1 കോടി വരെ എന്നാണ് DRIയുടെ കണ്ടെത്തൽ. കൊച്ചി സ്വദേശി മധുവിനെ ഇറാനിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. ജമ്മുകശ്മീർ, ബംഗളൂരു, കർണാടക എന്നിവിടങ്ങളിലാണ് സ്വീകർത്താക്കളേറെയും. ഗ്രാമങ്ങളിൽ നിന്ന് രാമപ്രസാദ് ഗോണ്ട ദാതാക്കളെ കണ്ടെത്തും. ഇവർക്ക് 3 മുതൽ 6 ലക്ഷം രൂപ വരെ നൽകും. സ്വീകർത്താക്കളിൽ നിന്ന് 1 കോടി വരെ വാങ്ങും. സാബിത്തും മധുവും ചേർന്നാണ് ഇറാനിൽ പ്രക്രിയക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കും. 20 ദിവസം തുടർ ചികിത്സ നൽകും. ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതാണ് രീതി. എന്നാൽ അവയവം നൽകുന്നവർക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാൻ ഉടൻ ബ്ലൂ കോർണർ പുറത്തിറക്കും. കഴിഞ്ഞ വർഷമാണ് മധു അവസാനമായി ഇന്ത്യയിലെത്തിയത്. അവയവക്കടത്തിന്റെ പണമെത്തിയ മധുവിന്റെ കമ്പനി അക്കൗണ്ട് മരവിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഓക്കെ, അപ്പോൾ ഈ ബെല്ലം രാംപ്രസാദ് ഗോണ്ട പോലെ എത്ര ഗോണ്ടമാരുണ്ടെന്നും എത്രത്തോളം വലിയ നെറ്റ്വർക്കാണ് അതൊന്നും ഒക്കെ അന്വേഷണത്തിൽ വിശദമായ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. വ്യക്തമാകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരികെത്താം ഒരു ഇടവേള കൂടി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എയർ ഹോസ്റ്റസുമാരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയത് കൊടുവള്ളി സ്വദേശി ബാബുവിന് വേണ്ടി അറസ്റ്റിലായ സുഹൈൽ താനലോടിന്റെ മൊഴി
ഇയാൾക്കായി DRI തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ക്യാബിൻ ക്രൂ സുഹൈൽ താനലോട് 1 കോടിയോളം രൂപ മൂല്യമുള്ള വിദേശ കറൻസി കടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ സുഹൈൽ സ്വർണത്തിനു പുറമെ 1 കോടി രൂപയോളം മൂല്യമുള്ള വിദേശ കറൻസിയും കടത്തിയിട്ടുണ്ടെന്നാണ് DRIയുടെ കണ്ടെത്തൽ. നാട്ടിലെ വിമാനത്താവളങ്ങളിൽ എത്തിച്ചതിൽ ഏറെയും ഒമാൻ, ഖത്തർ റിയാലുകളും അമേരിക്കൻ ഡോളറുമായിരുന്നു. ഇവർ സ്വർണവും വിദേശ കറൻസിയും കടത്തിയത് കൊടുവള്ളി സ്വദേശി ബാബുവിനു വേണ്ടിയാണെന്നും DRI വ്യക്തമാക്കുന്നു. വിദേശത്ത് നിന്നും നാട്ടിലെത്തിക്കുന്ന കറൻസി കൈമാറിയിരുന്നത് കൊച്ചിയിലെ ഒരു മാളിൽ വെച്ചാണെന്നും സുഹൈൽ മൊഴി നൽകി. മാളിൽ വെച്ച് സ്വർണം കടത്തിയ എയർ ഹോസ്റ്റസിന് നൽകാൻ ബാബു ഐഫോൺ കൈമാറുകയും ചെയ്തു. ഈ ഐഫോൺ DRI പിടിച്ചെടുത്തു. കള്ളക്കടത്തിൽ കൂടുതൽ എയർ ഹോസ്റ്റസ്മാർക്ക് പങ്കുണ്ടെന്ന് മനസ്സിലായതോടെ ഇവരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് DRI. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ DYFI പ്രവർത്തകർ സൂപ്രണ്ടിനെയും ഡോക്ടറെയും തടഞ്ഞു വെച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെടുന്നുണ്ട് KGMOയെ. ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അസഭ്യ വർഷം, കയ്യേറ്റം, ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുന്നു നടന്നുവെന്നാണ് KGMOയുടെ ആരോപണം. ഫോറൻസിക് സർജൻ ഇല്ലാത്തതിനാൽ ആണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത്. നേരത്തെ കുഴഞ്ഞു വീണ് മരിച്ച കൊയിലാണ്ടി സ്വദേശി ജിനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രതിഷേധമുണ്ടായത്. ക്വിസിലെ ലോക ചാമ്പ്യനെ കണ്ടെത്താൻ ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും ശ്രീ ഗോകുലം ഗ്രൂപ്പും ചേർന്ന് ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ക്യൂ ഫാക്ടറുടെ സഹകരണത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ലോകത്തെമ്പാടുമുള്ള എല്ലാ വേദികളിലും ഒരേ സമയം മത്സരം നടന്നു. വിജ്ഞാന ലോകത്തെ ചാമ്പ്യനെ കണ്ടെത്താനായി ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും ശ്രീഗോകുലം ഗ്രൂപ്പും ചേർന്ന് സംഘടിപ്പിച്ച ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ 3 വേദികളിലായി 60 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. 8 വിഷയങ്ങളിലായി 240 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ക്വിസിംഗിൽ ഒരു ലോക റാങ്കിങ്ങും ഇന്ത്യയെ പ്രതിനിധീകരിച്ചതിനുള്ള സർട്ടിഫിക്കറ്റും ലഭിച്ചു. കൊച്ചി കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ നടന്ന മത്സരത്തിലെ വിജയികളെ IQA കേരള രക്ഷാധികാരിയായ മുൻ DGP ലോക്നാഥ് ബെഹ്റ അനുമോദിച്ചു. ഒരു വേൾഡ് ചാമ്പ്യൻ കേരളത്തിന് ഉണ്ടാക്കട്ടെ ഞാൻ ആശംസിക്കാം. നമുക്ക് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടോ, അതുപോലെ തന്നെ വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടോ, വേൾഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉണ്ടോ. നമ്മുടെ കുട്ടികൾ വേൾഡ് ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ വിജയപ്രാപ്തി ആക്കട്ടെ, അത് ആശംസിക്കാം. കോഴിക്കോട് ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ 89 പോയിന്റോടെയാണ് ചന്ദ്രകാന്ത് നായർ വിജയിച്ചത്. സ്കൂൾ വിഭാഗത്തിൽ ആദിത്യ KBയും വനിതാ വിഭാഗത്തിൽ ഡോക്ടർ നീലിമ R കുമാറും കോളേജ് വിഭാഗത്തിൽ ശ്രീറാം R പയ്യും ജേതാക്കളായി. കൊച്ചി എഡീഷനിൽ കോളേജ് വിഭാഗത്തിൽ ശ്രീറാം മാധവൻ V, സ്കൂൾ വിഭാഗത്തിൽ കിരൺ തോമസ് ടൈസൺ, പൊതുവിഭാഗത്തിൽ ടോണീഷ് തോമസ് എന്നിവർ വിജയികളായി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ നടന്ന മത്സരത്തിൽ ഓപ്പൺ, സ്കൂൾ, വനിത, കോളേജ് എന്നീ വിഭാഗങ്ങളിൽ യഥാക്രമം സമാൻ S ഖാൻ, ആദിത്യ ശിവരാമകൃഷ്ണൻ, അനു ഡീന ജോസ്, ഭരത് കൃഷ്ണ എന്നിവരും ഒന്നാമതെത്തി. 24, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. മഴ മുന്നറിയിപ്പിൽ ഒരു മാറ്റമുണ്ട്. എറണാകുളത്ത് ഓറഞ്ച് അലർട്ടായിരുന്നു. 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സമയത്തിനകം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ആ ഉച്ച വാർത്ത തൽക്കാലം പൂർണ്ണമാവുന്നു.